ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസ്. 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ മറ്റൊരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുകയാണ്. ഡബിൾ ഹെഡറിലെ രണ്ടാമത്തെ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കാനായിട്ട് പോകുന്നത്. ബാറ്റിങ്ങിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ് ഹൈദരാബാദിൽ. ഒരുപാട് റൺസ് വരുന്ന പിച്ചാണ്. പലപ്പോഴും 250 അതിന് മുകളിലുമൊക്കെ സ്കോർ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഏതായാലും CSKയുമായിട്ടുള്ള ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ ഒരു പിച്ച് ഒരുക്കാനായിട്ടായിരിക്കും SRH ശ്രമിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം അവസാന മത്സരത്തിൽ ജയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. 3 മത്സരങ്ങളിൽ 2 ടീമുകളും പരാജയപ്പെട്ടപ്പോൾ 2 മത്സരങ്ങളിൽ ജയിക്കാനായിട്ട് 2 ടീമുകൾക്കും കഴിഞ്ഞിരിക്കുകയാണ്. 4 പോയിന്റാണ് അവർക്ക് ഈ പട്ടികയിലുള്ളത്. ഏതായാലും മത്സരത്തിന്റെ ഒരു ഗതി നിർണ്ണയിക്കാൻ പോകുന്നത് പിച്ചിന്റെ ഘടന തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും നമ്മൾ ടീമുകളുടെ ഒരു കോമ്പിനേഷൻ പരിശോധിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ നല്ല ഫോമിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിലും അതിന് മുമ്പത്തെ മത്സരത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഋതുരാജ് ഗെയ്ക്വാദിന്റെ ഫോമാണ് അവരെ അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ തന്നെ നല്ല ഫോമിലല്ല എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഔട്ട് ഓഫ് ഫോം ആയി കഴിഞ്ഞാൽ ഋതുരാജ് ഔട്ടാവുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ആയുഷ് മാത്രം ഇന്ത്യ അണ്ടർ-19 ക്യാപ്റ്റൻ മികച്ച ഫോമിലാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു ചെറിയ സ്കോറാണ് നേടിയതെങ്കിൽ പോലും അത് മത്സരത്തിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു. ആ ഇന്നിങ്സിന്റെ മികവിലാണ് ചെന്നൈ കഴിഞ്ഞ ഒരു മത്സരത്തിൽ ഒരു അപ്പർ ഹാൻഡ് നേടിയതെന്ന് ഞാൻ പറയും. ഡിവാൾഡ് ബ്രെവിസ് അതുപോലെ തന്നെ വലിയ അടികൾക്ക് കഴിവുള്ള താരമാണ്. അദ്ദേഹത്തിന്റെ മടങ്ങി വരവ് CSK ക്യാമ്പിൽ വലിയ ഒരു ബൂസ്റ്റാണ് നൽകിയിരിക്കുന്നത്. സർഫറാസ് ഖാൻ വളരെ പെട്ടെന്ന് റൺസ് നേടുന്ന ഒരു റൂക്കി ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി ഓടി റണ്ണെടുക്കാനും അതുപോലെ തന്നെ ബൗണ്ടറികൾ നേടാനും ഒക്കെ കഴിയുന്ന ഒരു താരമാണ്. നല്ലൊരു ഫീൽഡർ കൂടെയാണ് സർഫറാസ് ഖാൻ എന്നുള്ളത് മറക്കുന്നില്ല. ശിവം ദുബെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബാറ്ററാണ്. ആ ഒരു മിഡിൽ ഓവേഴ്സിൽ, അതായത് 7ാമത്തെ ഓവർ തൊട്ട് 15ാമത്തെ ഓവർ വരെ സ്പിന്നർമാർ കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും മികവുറ്റ ഒരു പ്ലെയറാണ് ശിവം ദുബെ. അദ്ദേഹമായിരിക്കും ആ ഒരു പൊസിഷനിൽ ഉണ്ടാവുക. ജാമി ഓവർട്ടൺ ആണ് മറ്റൊരു താരം എന്ന് പറയുന്നത്. നല്ല ഓൾറൗണ്ടറാണ് ജെമി ഓവർട്ടൺ. പക്ഷേ പലപ്പോഴും റൺസ് വഴങ്ങാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 മത്സരങ്ങളായിട്ട് നല്ല ബൗളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന ഘട്ടത്തിൽ വന്ന് വലിയ അടികൾക്ക് കഴിവുള്ള താരമാണെന്ന് നമുക്കറിയാം. നൂർ അഹമ്മദിന്റെ പെർഫോമൻസ് ചെന്നൈ സൂപ്പർ കിങ്സിന് വളരെ ക്രൂഷ്യലാണ്. കാരണം കഴിഞ്ഞ മത്സരത്തിലാണ് അദ്ദേഹം ഫോമിലേക്ക് മടങ്ങിയെത്തിയത്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു 3 വിക്കറ്റ് നേട്ടം കൈവരിക്കാൻ സാധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്പിൻ മികവ് അവർക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മറ്റൊരാളെന്ന് പറയുന്നത് അൻഷുൽ കമ്പോജ് ആണ്. അൻഷുൽ കമ്പോജിന്റെ ബൗളിംഗ് പ്രകടനം എപ്പോഴും കാണുന്നതാണ്. ഇനീഷ്യൽ സ്റ്റേജുകളിൽ ബോൾ മൂവ് ചെയ്യാൻ കഴിയുന്നത് പോലെ തന്നെ അവസാന ഘട്ടത്തിലേക്ക് വൈഡ് യോർക്കറുകളും ഒക്കെ എറിയാൻ കഴിയുന്ന ഒരു താരമാണ്. സ്പീഡ് കുറച്ച് കുറവാണെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന താരമാണ് അൻഷുൽ കമ്പോജ്. മറ്റൊരാളെന്ന് പറയുന്നത് ഗുർജപ്നീത് സിംഗ് എന്ന് പറയുന്ന ചെന്നൈയിൽ നിന്ന് തന്നെയുള്ള താരമാണ്. അദ്ദേഹമാണ് മറ്റൊരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത്. കുറച്ച് റൺസൊക്കെ വഴങ്ങുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനെ ഇപ്പോൾ കളിപ്പിച്ച് തീരൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഉള്ളത്. മറ്റൊരു സ്പിന്നർ എന്ന് പറയുന്നത് അഖിൽ ഹുസൈൻ ആണ്. വെസ്റ്റ് ഇൻഡീസിന്റെ ലെഫ്റ്റ് ആം സ്പിന്നറാണ്. ന്യൂ ബോളിലാണ് അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പവർ പ്ലേയിലാണ് ഏറ്റവും നന്നായിട്ട് ബോൾ ചെയ്യാനായിട്ട് അഖിൽ ഹുസൈന് കഴിയുക. അത് കഴിഞ്ഞുള്ള ഫേസുകളിൽ അദ്ദേഹം അത്രത്തോളം ഒരു എഫക്റ്റീവ് അല്ല എന്നുള്ളൊരു പ്രശ്നം അവർക്കുണ്ട്. മറ്റൊരാളെന്ന് പറയുന്നത് ഇനി മുകേഷ് ചൗധരി ആയിരിക്കും കളിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഖലീൽ അഹമ്മദ് ഒരു പരിക്ക് മൂലം പുറത്തു പോയിരിക്കുകയാണ്, റൂൾഡ് ഔട്ട് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ മുകേഷ് ചൗധരി ഒരു ലെഫ്റ്റ് ആം പേസറാണ്. അദ്ദേഹത്തിനെ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ മടങ്ങിവരവാണ്. മഹേന്ദ്ര സിംഗ് ധോണി മടങ്ങി വരുമോ? അദ്ദേഹം ഇഞ്ചുറിയിൽ നിന്ന് മോചിതനായി ടീമിന്റെ കൂടെ ജോയിൻ ചെയ്തു എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. ഹൈദരാബാദിൽ ഉണ്ട് എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. ഇനി നമ്മൾ SRHന്റെ ഒരു പ്ലേയിങ് 11 പരിശോധിക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡുമാണ് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉള്ളത് എന്ന് നമുക്കറിയാം. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും വേണ്ടത്ര നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു തുടക്കം നൽകാൻ അവർക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ ഉണ്ടായിരുന്ന ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള തുടക്കം രണ്ടുപേരുടെ ഭാഗത്തു നിന്നും വരുന്നില്ല എന്നുള്ളത് SRHന് ഒരു പ്രശ്നമാണ്. നല്ലൊരു തുടക്കം ലഭിക്കേണ്ടതായിട്ടിരിക്കുന്നു. പക്ഷേ നമ്പർ 3യിൽ വരുന്ന ക്യാപ്റ്റനായിട്ടുള്ള ഇഷാൻ കിഷൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മത്സരങ്ങളിലും നല്ല പോലെ ബാറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് ഹെൻറിച്ച് ക്ലാസനാണ്. പക്ഷേ അദ്ദേഹം അർദ്ധ സെഞ്ചുറികളൊക്കെ നേടുന്നുണ്ടെങ്കിൽ പോലും അതല്ല അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒറ്റയ്ക്ക് മത്സരം ജയിപ്പിക്കാൻ കഴിയുന്ന താരമാണ് ഹെൻറിച്ച് ക്ലാസൻ. നമ്പർ 5ലേക്ക് വരുമ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിയുടെയും അവസ്ഥ അതുതന്നെയാണ്. നിതീഷ് കുമാർ റെഡ്ഡിയും ഇതിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമാണ്. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് വിചാരിച്ച ഒരു പെർഫോമൻസ് വരുന്നില്ല. അതുപോലെ മറ്റൊരു താരം എന്ന് പറയുന്നത് പുതുമുഖ താരമായിട്ടുള്ള സലിൽ അറോറയാണ്. സലിൽ അറോറ കഴിഞ്ഞ മത്സരത്തിൽ അത്യാവശ്യം നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അനികേത് വർമ്മ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ്. കഴിഞ്ഞ IPL
നല്ല പ്രകടനം ഉണ്ടായിരുന്നു. ഹർഷ് ദുബെ പുതുമുഖ താരമാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഡൊമസ്റ്റിക് ക്രിക്കറ്റിലൊക്കെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ച താരമാണ്. ഒപ്പം തന്നെ ഈ ടൂർണമെന്റിലും അത്യാവശ്യം മികച്ച രീതിയിൽ ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ശിവാങ് കുമാർ എന്ന് പറയുന്ന ഒരു ചൈനമൻ സ്പിന്നറിനെ ഈ വർഷം അവർ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു. നല്ല പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഫാസ്റ്റ് ബൗളർമാർ ക്ലിക്കാകാതെ വന്നപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ 2 പുതുമുഖ താരങ്ങളെ അവതരിപ്പിച്ചിരുന്നു. IPL-ന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ബൗളിംഗ് പ്രകടനം ആദ്യ ഓവറിൽ കാഴ്ചവെച്ച പ്രഫുൽ ഹിംഗെ, ഒറ്റ ദിവസം കൊണ്ട് ഹീറോ ആയ താരമാണ് പ്രഫുൽ ഹിംഗെ. അദ്ദേഹം തന്നെയായിരിക്കും ഈ മത്സരത്തിലും ഉണ്ടാവുക. ഇഷാൻ മലിംഗ ശ്രീലങ്കയിൽ നിന്നുള്ള താരമാണ്, ഫാസ്റ്റ് ബൗളറാണ്, നല്ല പെർഫോമൻസുകൾ കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സാക്കിബ് ഹുസൈൻ എന്ന് പറയുന്ന ബീഹാറിൽ നിന്നുള്ള മറ്റൊരു പുതുമുഖ താരം കഴിഞ്ഞ മത്സരത്തിൽ 4 വിക്കറ്റ് നേട്ടം കൈവരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഇവരുടെ 2 പേരുടെയും ഒരു പെർഫോമൻസ് ആണ് കഴിഞ്ഞ മത്സരത്തിൽ അവർക്കൊരു അപ്പർ ഹാൻഡ് നൽകിയത്. അവർ ഈ മത്സരത്തിൽ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നതെന്നായിരിക്കും നമ്മൾ നോക്കിക്കാണാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി 2 ടീമുകളുടെയും ഒരു ശക്തി ദൗർബല്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ CSKയുടെ ശക്തിയിലേക്ക് വരുന്ന സമയത്ത് ബാറ്റർമാർ എല്ലാവരും തന്നെ നല്ല ഫോമിലാണ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എസ്പെഷ്യലി സഞ്ജു സാംസന്റെ ഫോം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആയുഷ് മാത്രമേ മികച്ച ഫോമിലാണ്. ഡിവാൾഡ് ബ്രെവിസിന് അത്യാവശ്യം നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ലോവർ ഓർഡറിലേക്ക് വരുമ്പോൾ സർഫറാസ് ഖാനും അവിടെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് ബാറ്റിങ്ങിലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജെമി ഓർട്ടണും നൂർ അഹമ്മദും കഴിഞ്ഞ മത്സരത്തിലൊക്കെ കാഴ്ചവെച്ച പ്രകടനങ്ങൾ, ബൗളിംഗിൽ 2 പേരുടെയും പെർഫോമൻസ് ക്രൂഷ്യലാണ്. CSKക്ക് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് 2 പേർക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അവരുടെ ഒരു ദൗർബല്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഋതുരാജ് ഗേക്വാദിന്റെ ഫോമാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. കാരണം മത്സരം തുടങ്ങുമ്പോൾ തന്നെ CSKക്ക് ആദ്യ വിക്കറ്റ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. വേണമെങ്കിൽ അവിടെ ആയുഷ് മാത്രമേ പരീക്ഷിക്കാവുന്നതാണ്. ആയുഷ് മാത്രയും സഞ്ജു സാംസണും ഓപ്പൺ ചെയ്തിട്ട് ഋതുരാജ് 1 ഡൗണിലേക്ക് മാറിയാലും കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഋതുരാജിന്റെ ഫോം അവരെ കുഴപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു വിക്കറ്റ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നല്ല ബാറ്റിംഗ് പിച്ചുകളിൽ കളിക്കുമ്പോൾ ജെമി ഓർട്ടനും നൂർ അഹമ്മദും എങ്ങനെ ബൗൾ ചെയ്യും എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം ജെമി ഓർട്ടൺ അടിമേടിക്കാൻ സാധ്യതയുണ്ടോ? നൂർ അഹമ്മദ് കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയിലാണ് ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ച് ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഹൈദരാബാദിലെ പിച്ചിൽ അവരുടെ ബൗളിംഗ് പ്രകടനം എങ്ങനെയായിരിക്കും എന്നുള്ളത് ക്രൂഷ്യലാണ്. അത് നല്ല രീതിയിൽ അവർക്ക് എറിയാൻ സാധിച്ചില്ല എങ്കിൽ അവിടെ ഒരു പ്രശ്നം അവർക്കുണ്ടാവും. SRHന്റെ ശക്തി ദൗർബല്യങ്ങൾ പരിശോധിക്കുമ്പോൾ SRHന്റെ ശക്തി എന്ന് പറയുന്നത് ഇഷാൻ കിഷന്റെ മികച്ച ഒരു ബാറ്റിംഗ് തന്നെയാണ്. എല്ലാ മത്സരത്തിലും നല്ല ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇഷാൻ കിഷൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിലേക്ക് വന്നപ്പോൾ ശിവാങ് കുമാറിന്റെയും പ്രഫുൽ ഹിംഗയുടെയും സാക്കിബ് ഹുസൈന്റെയും ബൗളിംഗ് പ്രകടനം, 3 പേരും പുതുമുഖ താരങ്ങളാണ്. കഴിഞ്ഞ മത്സരത്തിൽ 2 പേരും 4 വിക്കറ്റ് വീതം നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് ഈ ഒരു മത്സരത്തിൽ വളരെ ക്രൂഷ്യലാണ്. അവരുടെ ഒരു ശക്തിയിലാണ് കഴിഞ്ഞ മത്സരത്തിൽ അവർ ജയിച്ചത്. ഇനി ദൗർബല്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ഞാൻ പറഞ്ഞതുപോലെ വിചാരിച്ച ഒരു തുടക്കം നൽകാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇതിനേക്കാളും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള തുടക്കം നൽകിയിട്ടുള്ളവരാണ്. ഇനിയും അതിന് കഴിയുന്ന താരങ്ങൾ തന്നെയാണ് 2 പേരും. അവരുടെ ആ പ്രകടനം വളരെ ക്രൂഷ്യലാണ് അവരെ സംബന്ധിച്ചിടത്തോളം. നിതീഷ് കുമാർ റെഡ്ഡിയും ഹെൻറിച്ച് ക്ലാസിനും ചെറിയ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. ഹെൻറിച്ച് ക്ലാസിൻ 2 അർദ്ധ സെഞ്ചുറിയൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും അതൊന്നുമല്ല നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി ക്ലാസിന്റെ സൈഡിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ആ 2 കാര്യങ്ങൾ, അവരുടെ വലിയ പെർഫോമൻസുകൾ വരേണ്ടിയിരിക്കുന്നു. അത് വന്നിട്ടില്ല എന്നുള്ളതൊരു ദൗർബല്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രഫുൽ ഹിംഗയും സാക്കിബ് ഹുസൈനും അതുപോലെ തന്നെ ശിവാങ് കുമാറും, ഇവർ 3 പേരും പുതുമുഖ താരങ്ങളാണ്. കഴിഞ്ഞ മത്സരത്തിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഞാൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ മത്സരത്തിലെ ഒരു പ്രകടനം വെച്ച് നമുക്ക് ഒരിക്കലും വിലയിരുത്താനായിട്ട് സാധിക്കില്ല. അടുത്ത മത്സരത്തിൽ CSKയുമായിട്ട് എങ്ങനെയായിരിക്കും അവരുടെ പ്രകടനം എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ്. ഇതാണ് ഇരു ടീമുകളുടെയും ഒരു ശക്തി ദൗർബല്യങ്ങളെല്ലാം. ഏതായാലും ഈ മത്സരം 2 ടീമുകൾക്കും ക്രൂഷ്യൽ തന്നെയാണ്. കാരണം 5 മത്സരങ്ങളിൽ 3 മത്സരങ്ങളിൽ 2 ടീമും പരാജയപ്പെട്ടു. 2 വിജയവുമായിട്ടാണ് പോയിന്റ് പട്ടികയിൽ 4 പോയിന്റുമായിട്ട് നിൽക്കുന്നത്. ഈ മത്സരം ജയിച്ച് പോയിന്റ് പട്ടികയിൽ മുകളിലേക്ക് വരാനായിട്ടായിരിക്കും ഇരു ടീമുകളും ശ്രമിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ മത്സരം വീറും വാശിയും നിറഞ്ഞതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.